എന്താന്നറിയാതെ ഭയങ്കരമായിട്ട് എന്താ കുട്ടാ കരയണ്ട മുത്തേ, അവനെ എടുത്താ മതി, അവൻ കരച്ചിൽ നിർത്തിക്കോളൂ. പിടിച്ചു. എന്തടാ കരയണ്ടടാ, ഇരിക്കേ. സ്വിച്ച് ഉണ്ടായിരുന്നു. സാറാ ഗായത്രിയുടെ റൂംമേറ്റാ. ഗായത്രിയുടെ സിസ്റ്റർ കോളേജിൽ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോറി, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഇത്തിരി ലേറ്റ് ആയി പോയി. ഞാൻ ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് വരാട്ടോ. ഇവിടെ വേറെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നല്ലോ, ഇതിനെ രണ്ടിനെ നോക്കാൻ ഏൽപ്പിച്ചെടുത്താൻ. പാല് വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞു. ഓ, എടോ, ഇവിടെ അടുത്ത കടയിലൊന്നും പാല് കിട്ടാനില്ല. പാലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വന്ന് ചായ ഇടടാ. എന്നാ ചായ ഇട്ടിട്ട് തരാം. അപ്പൊ മർഡർ മിസ്റ്ററി ആണല്ലേ? യെസ് മാം. ഞാൻ പോസ്റ്റ്മോർട്ടം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മൂവിയിൽ കാണിക്കാനുള്ള പ്ലാനാ. ഗുഡ്. They never show it in the right way in the movies. എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ്? കുഴപ്പമില്ല. സാറേക്ക് ലേറ്റ് ആവില്ലല്ലോ, ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ഈ സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമാണോ എഴുതിയേ? ഞാൻ തന്നെയാ. ഫേവറേറ്റ് ജോണർ ത്രില്ലർ ആണല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണും. മെമ്മോയ്സ് ഓഫ് മർഡർ കണ്ടിട്ടുണ്ടോ? യെസ്. എനിക്ക് പിള്ളേരെ ഒന്ന് നോക്കിയേക്കണേ. എന്നിട്ടെന്താ പറ്റിയ അടുത്ത ആഴ്ച ഒരു പോസ്റ്റ്മോർട്ടം നേരിട്ട് കാണണം. എടാ അതല്ല, നമ്മുടെ ചെക്കൻ എന്താ പറയുന്നത്? നമ്മുടെയാ, വേണമെങ്കിൽ നിന്റെ എന്ന് പറഞ്ഞാൽ ഒരു മക്കളെ പണിക്കൊന്നും പോകേണ്ട ചേച്ചിട്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കാം. എടാ അതൊക്കെ ഇപ്പോ, പണ്ട് നമ്മുടെ ബാംഗ്ലൂരിൽ അടിച്ചു വിളിച്ചു നടന്ന ഫ്രീക്കനാ. അവിടെ നിന്നെല്ലാം മതിച്ച് നടന്ന് മടുത്തിട്ടാ പുള്ളി ഇങ്ങോട്ട് വന്നെന്നാ കേട്ടെ. ഹീസ് വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻ ചില കാര്യങ്ങൾ. ശരി. എടാ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നീ എനിക്ക് ആ നമ്പർ ഒന്ന് ഒപ്പിച്ചാ, ഞാനെങ്കിലും ഒന്ന് വിളിക്കട്ടെ. ശരി, ഒപ്പിച്ചേരാം. ഹായ്. ഹലോ. ഇവിടെ ഉണ്ടോ? ഹായ്. ചെല്ലു ചെല്ലു. Please offer your seats to senior citizens and differently able people. ഒരു ടേണിംഗ് പോയിന്റ് കേസ്, അതിന്റെ ഫയൽസ് ഒക്കെ ഇത്തിരി കോൺഫിഡൻഷ്യൽ ആണ്, അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. 2003 തോന്നുന്നു 2-3 പോലീസുകാരെ വെട്ടിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. മീഡിയയിലൊക്കെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ആ സമയത്ത്. താറ, അത് ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അതിൻ്റെ ഒരു ഫയൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഫയലിലെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പ്രോജക്റ്റിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനത് എടുത്തോണ്ട് വരാം കേട്ടോ. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പൂരൊന്ന് പാടുവോ? തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, അങ്ങനെ കൊറേ പ്രാവശ്യം പാട്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, 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 തുള്ളിക്കളിക്കുന്ന. കൊറേ നേരായി അവന്റെ ഒരു കുഞ്ഞിപ്പുരു. എനിക്ക് പ്രസവിക്കാത്തൊരു പെണ്ണ് മതി. പിള്ളേരെ നോക്കാൻ മടിയായിട്ടാണോ അച്ഛനോട്ടെന്ന് പറഞ്ഞു? എന്തൊരു ശല്യോടോ, തലയ്ക്ക് വെളി പോലും തരില്ല.
അപ്പൊ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതും ശരിയാണ്. പത്തിരുപത് വർഷമായി ഞാനും നിന്റെ മമ്മിയും കൂടി വിചാരിച്ചിട്ട് നടന്നില്ല നിന്നെ പോലെ ഒന്നിനെ കൂടി. എന്നിട്ടല്ല 6 ദിവസം കൊണ്ട് നീ ഒരുത്തിനെ കണ്ടുപിടിച്ചെന്ന്. ഒന്ന് പോടി. എനിക്ക് പറ്റിയ ആളാന്ന് തോന്നുന്നു. മുന്നേ വന്ന് ചാടിയിട്ടുണ്ട്. നോക്കാം. വെരി ഗുഡ്. എന്തായി 5 മിനിറ്റ് നടത്തം നിർത്തിയോ? ഇല്ല, നടക്കുവോ? ശബ്ദം കേൾക്കുന്നില്ല നീ? അങ്ങനെ വീശി വീശി നടക്ക്. ഓ വീശാം. ഹലോ, ഹായ് ജീവൻ. എന്തൊരു റിസ്ക് അല്ലേ പാരന്റിങ്. ഒന്നുമില്ലായ്മ ഒരാളെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര റിസ്ക്. വല്ല കഥയിലൊക്കെ ആണെങ്കിൽ എന്ത് എളുപ്പാ അല്ലേ? അതെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരക്ടറിന് നല്ല ഗുണവും ചീത്ത ഗുണവും ഒക്കെ കൊടുക്കാം. പക്ഷെ പേരൻസിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലത്തെ സാക്രിഫൈസ് ആവശ്യമുള്ള പണിയാണ്. അതിന് പറ്റാത്തൊരാ പണിക്ക് പോകരുത്. അതെ, താൻ പ്രസവിക്കണ്ട. അതാ ഭൂമിക്ക് നല്ലത്. ഇത് തന്നെ ഞാനും പറയുന്നത്. പക്ഷെ ആർക്കും മനസ്സിലാവണല്ലോ. എനിക്ക് മനസ്സിലാവും. खेल नहीं रहा आपके साथ. कभी भी ऐसा मत सोचना कोई कुछ भी करे. ये क्या हो रहा है? टीना, मैं बहुत सीरियस हूँ आपके बारे में. ഇതിനു മുമ്പ് എത്ര जीवन के പെൺപിള്ളേരെ आखिरी दिन तक പ്രേമിച്ചിട്ടുണ്ട്? आपके साथ रहूंगा. ख्याल रखूंगा आपका. അങ്ങനെയൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടി. അയ്യേ വിളിക്കല്ലേ. ഇതുപോലെ ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണണ്ട. വെറുതെ നടക്കുന്നവർക്ക് ഇതൊക്കെ പറ്റും. चलो अभी भाग सकते हैं. हटो यहाँ से, जाओ, जाओ. ഈ സിനിമ പ്രാന്ത് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ രണ്ടാമത്തെ ബോയ് ഫ്രണ്ട്, അവന് ഭയങ്കര സിനിമ പ്രാന്തായിരുന്നു. അവൻ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാനും വെറുതെ കമ്പനിക്ക് പോയി. അവൻ വേറെ വഴിക്ക് പോയി. പക്ഷേ ഫിലിമിൻ്റെ മാജിക് ഉണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ തന്നെ.